ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങ ചേർക്കാതെയുള്ള കറിയാണ്. ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് തയ്യാറാക്കുന്ന കറിയാണ്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിതിവിടെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ അളവിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം, അതായത് ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരുവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം, 1-2 അല്ലി. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, പെരുംജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമല്ല, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊരു നാടൻ റെസിപ്പിയാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിയാതെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചേർക്കുന്നത് പോലെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിരിക്കുന്ന തക്കാളിയൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്ര നന്നായിട്ട് പഴുത്തിരിക്കുന്ന തക്കാളിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിലൊക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 പൊടികളും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം, ഇല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വിസിൽ വരുന്നത് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ പീസ് കുറച്ചൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു 3 വിസിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുക. പിന്നെ എല്ലാവരുടെ കയ്യിലെ ഗ്രീൻ പീസിനും ഒരേ വേവാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് 3-4 വിസിൽ വരുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുവരെ ചേർക്കാത്തൊരു കാര്യം ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, ഗരം മസാലയാണ്. കൂടുതൽ വേണ്ട, 1/2 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഗ്രേവി ഈ ഒരു പാകത്തിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ചൊരു സെമി ഗ്രേവി ആയിട്ട്, കുറച്ച് തിക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രുചിയിലുള്ള ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്